എല്ലാവർക്കും നമസ്കാരം. ഓണം സ്പെഷ്യൽ പായസമേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ഓണത്തിന് നിങ്ങളുടെ മേശയിൽ വിളമ്പാനായിട്ട് ഞാനൊരു സ്പെഷ്യൽ പായസം തയ്യാറാക്കുന്നുണ്ട്. പാസ്ത ഫ്രൂട്ട് ആൻഡ് നട്ട് പായസം. അതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ്: പാസ്ത, പഞ്ചസാര ആവശ്യത്തിന്, മാതളനാരങ്ങ, ആപ്പിള്, ആൽമണ്ട് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കാഷ്യൂനട്ടുമുണ്ട്, മിൽക്ക് മെയ്ഡ്, പാല്, 1 ലിറ്റർ അടുത്ത് പാല് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് സമയം പോകാതിരിക്കാനായിട്ട് ചെറിയ പണി ചെയ്യാം. നമുക്കിതിലേക്ക് കശുവണ്ടി നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് നെയ്യിൽ വറുത്ത് കോരി വെക്കാം. ഈ നെയ്യ് ആഡ് ചെയ്യുന്നത് ശരിക്കും പായസത്തിന് ഭയങ്കര ഒരു ടേസ്റ്റാണ്. പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പാസ്ത അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ പാസ്ത ഒരു 3/4 വേവിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ബാക്കി അത് ആ പാലിൽ തന്നെ കിടന്ന് വേവണം. ഇതൊരു പകുതി പാകമായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പാസ്ത പാലിൽ കിടന്ന് നന്നായിട്ട് വെന്ത് പാകമായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. മധുരം കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടി മധുരം വേണമെങ്കിൽ ആഡ് ചെയ്യാം. പാസ്ത വേവുന്നതിന് മുമ്പ് ഒരിക്കലും പഞ്ചസാര ഇടരുത്, കാരണം പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പാസ്ത വേവില്ല. അപ്പോൾ നമ്മുടെ പാസ്ത പാലിൽ കിടന്ന് പാലൊക്കെ നന്നായിട്ട് വറ്റി നല്ലൊരു പാകത്തിനായിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഈ ഒരു പാകത്തിലിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചൊരു ടേസ്റ്റിനും കുറച്ചുകൂടെ മധുരത്തിനും. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ്. അതൊന്ന് തിളച്ച് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഏലക്ക പൊടിച്ചതും കൂടെ ചേർക്കാം. ഏലക്ക പൊടിക്കാൻ നേരത്ത് കുറച്ച് പഞ്ചസാരയുടെ കൂടെ പൊടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. അത് ഇന്നത്തെ ഒരു ടിപ്പാണ് കേട്ടോ. ഇനി പാൽ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇനി നമ്മുടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത്. കാരണം അത് ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ ചൂടുള്ള പാലിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ക്രിസ്പിനെസ് പോവും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം വേണം നമ്മുടെ ആപ്പിളും മാതള നാരങ്ങയുടെ അല്ലിയും ഒക്കെ ചേർക്കാനായിട്ട്. നമ്മുടെ പായസം ചൂടാറി പാകത്തിന് ഒരു ചെറു ചൂടായിട്ട് ഇരിപ്പുണ്ട്. ഇപ്പോഴാണ് ഇനി നമ്മുടെ പാസ്ത ഫ്രൂട്ട് ആൻഡ് നട്ട് പായസത്തിൻ്റെ അടുത്ത ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാൻ പോകുന്നത്. ആപ്പിളും മാതള നാരങ്ങയുടെ അല്ലികളും. നമുക്ക് ആപ്പിൾ ഇടാം. അപ്പോൾ ആപ്പിളൊക്കെ ഇടുമ്പോൾ പായസം കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ടൊന്നൊരു കടിക്കാനൊക്കെ ഉണ്ടാവും. അത് ചിലർക്ക് ഇഷ്ടമാണ് പായസത്തിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കടിക്കാനുണ്ടെങ്കിൽ. പിന്നെ മാതള നാരങ്ങയും കൂടെ ചേർത്ത് കഴിയുമ്പോൾ പായസം ഭയങ്കര കളർഫുള്ളായി. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാവും. എന്തായാലും കളറും ടേസ്റ്റും ഫ്രൂട്ട്സൊക്കെ ഉള്ള കാരണം ഭയങ്കര ടേസ്റ്റിയാണ്. നെയ്യിൽ വറുത്ത് കോരി വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടുണ്ട്, അതുകൂടി ആഡ് ചെയ്യാണ്. ഞാൻ ആ വറുത്ത് കോരിയ നെയ്യ് അതിൽ തന്നെ വെച്ചിട്ടുണ്ട്. കാരണം ഈ പായസത്തിന് ചെറിയൊരു നെയ്യുടെ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ആ നെയ്യോട് കൂടി തന്നെയാണ് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ കാഷ്യൂനട്ടും ആഡ് ചെയ്തു. ഇനി നമുക്കിത് സെർവ് ചെയ്യാനുള്ള ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ആൽമണ്ട്സും കൂടി ഇടാം. അപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ എല്ലാം കഴിഞ്ഞ് റെഡിയായി. അപ്പോൾ നമ്മുടെ ഈ ഓണത്തിനുള്ള പാസ്ത ഫ്രൂട്ട് ആൻഡ് നട്ട് പായസം തയ്യാറായി. ഇത് കുറച്ച് ഭംഗി കൂട്ടാനായിട്ട് കുറച്ച് ആൽമണ്ട്സും കൂടി ഇതിൻ്റെ മുകളിൽ ആഡ് ചെയ്യണ്ടേ, അതും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പായസത്തിൻ്റെ മധുരം ഈ ഓണത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.
നന്ദി.